ഒക്കെ അറിയോ? ഈ ആരിഫ് ഖാനും ഇയാളും തമ്മിലുള്ള തർക്കം എന്താ? എനിക്ക് മനസ്സിലായിട്ടില്ല. കൊഞ്ചിയാണ് രണ്ടാളും കൂടി. എന്തിനാ ഇയാളും? ശനിയാഴ്ച രണ്ടാളും കീരിയും പാമ്പും, തിങ്കളാഴ്ച രണ്ടാളും ഈച്ചും ചക്കരയാ. ഒരു ദിവസം തിരക്കൂടിയാ കാണാൻ ഇയാൾ ചിരിച്ചുകാണ്ട് റോട്ടിലൂടെ പോണ്. ആര്? ആരിഫ് ഖാൻ. അപ്പം എന്താ പുതിയ കാറ്? നിർത്തിയിട്ട് ചോദിച്ചോക്കായിരുന്നോ, ഇത് എവിടുന്ന് വാങ്ങി? ലോട്ടറി അടിച്ചതല്ല, മുഖ്യമന്ത്രി കൊടുത്തതാ. എനിക്ക് നല്ലൊരു കാറ് വേണം. കൊടുത്ത് അവിടുന്ന് വിളി വരിക. ഹലോ, ഇവിടെ ഫോൺ എടുക്കുക പിണറായി, വേറൊന്നുമില്ല. അവിടുന്ന് ഇങ്ങനെ ഓർമ്മാക്കും, ഇഷാർത്താക്കും, ലവ്ലിൻ. അപ്പോൾ അടിയിൽ നിന്ന് ഇങ്ങനെ ഒരു പുളി ഇങ്ങനെ കയറുക. അപ്പോൾ ചോദിക്കും, നിങ്ങൾക്ക് എന്താ വാണ്ടിച്ചാൽ പറഞ്ഞാൽ പോരാ, മനുഷ്യനെ ബേജാറാക്കണം. പറയുന്ന അതാണ്ട് കൊടുത്ത ആളെ അറിയും. ആ കാറാണ്ട് കൊടുത്തു. പിന്നെ ഒരു ശനിയാഴ്ച തർക്കം. ആ തർക്കം കഴിഞ്ഞപ്പോഴാണ് ഇയാൾ പറഞ്ഞത്, എനിക്ക് സ്റ്റാഫിൽക്ക് മുൻ RSSകാരനായ ഹരി എസ് കർത്തായെ വേണം. ഒരു ഗവർണർ ചോദിക്കുക നാടിൻ്റെ, ഹരി എസ് കർത്തായെ എനിക്ക് കിട്ടണം. എന്തായിട്ട്? സ്റ്റാഫായിട്ട്. പിണറായി വിജയൻ എന്താ പറയേണ്ടത്? RSSകാരനാണെങ്കിൽ ഏത് ഊരി പിടിച്ച വാളാ നിങ്ങൾ പറയുന്നത്? RSSകാരനെ നിയമിക്കാൻ പറ്റില്ല, വേണമെങ്കിൽ എൻ്റെ പാർട്ടിയിൽ നിന്നൊന്നാണ്. ഞാൻ ചോദിക്കട്ടെ, KV തോമസ് ഞങ്ങളിൽ നിന്ന് പോയ മനുഷ്യനാണല്ലോ, അയാൾക്കിപ്പോൾ നിങ്ങളൊരു സ്റ്റാഫിനെ കൊടുത്തിക്കണല്ലോ. ഈ KV തോമസ് ആരാ? ഞങ്ങളിൽ നിന്നൊന്നും കിട്ടായിട്ട് പോയതാ. 3 നേരം മൂക്കൊപ്പം തിന്നിട്ട് ദഹിക്കാനുള്ള അരിഷ്ടം കൊടുത്തപ്പോൾ ആ അരിഷ്ടത്തിൽ 1 ഔൺസിൽ 1/2 മില്ലി കുറവുണ്ട് പറഞ്ഞ് പോയ ഒരു മനുഷ്യനാണ് ഈ KV തോമസ്. ആ KV തോമസിന് ഒരു പഴയ കോൺഗ്രസ്സുകാരനെ സ്റ്റാഫാക്കി വെക്കണമെന്ന് ഞാനും ബൽറാമും ആവശ്യപ്പെട്ടാൽ നിങ്ങൾ കൊടുക്കോടോ? മറിച്ച് ചേരാ കൊടുക്കൂല. പഴയ കോൺഗ്രസ്സുകാരനെ നിങ്ങൾ സഹിക്കോ? എന്നാൽ പഴയ RSSകാരനെ നിങ്ങൾ സഹിക്കുകയാണ്. എന്ത് പറ്റി നിങ്ങൾക്ക്? പഴയ മാർക്സിസ്റ്റ് പാർട്ടി അത് പരേതനാണ്. ഇന്നങ്ങനല്ല. ഇന്ന് സുരേഷ് ഗോപിയെ ചൂണ്ടിയാണ് മേയർ പറയുന്നത്. ടോപ്പ് കാൻഡിഡേറ്റാണ്, ഫിറ്റായ സ്ഥാനാർത്ഥിയാണ്. നിങ്ങൾ എന്തേ ഇങ്ങനെ പറയാൻ കാരണം? നിങ്ങൾ ഫിറ്റായി, അതാണ്. നിങ്ങൾ ഫിറ്റായപ്പോൾ നിങ്ങൾക്ക് ഇതൊക്കെ ഓർമ്മ വരികയാണ്. ഞങ്ങളെ നല്ല കഴിവുറ്റ സ്ഥാനാർത്ഥികളൊന്നും നിങ്ങൾക്ക് പോരാ. പകരം ആരാ? BJP നേതാക്കളെ കുറിച്ചിട്ട് ഇങ്ങനെ പറയുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ തെരഞ്ഞെടുപ്പ് എന്താ? ഈ തെരഞ്ഞെടുപ്പ് നിങ്ങൾക്ക് കാര്യമേയല്ല. അതാണ് ഒരു സ്ഥലത്ത് വന്ന് കോൺഗ്രസിന് അനുകൂലമായി വോട്ട് ചോദിക്കുക, മാഹി പോയിട്ട്. തലശ്ശേരി വന്നിട്ട് കോൺഗ്രസിനെ എതിർത്ത് വോട്ട് ചോദിക്കുക. വയനാട്ടിൽ വന്നിട്ട് രാഹുലിനെ എതിർക്കുക. നേരെ മധുരൈ പോയിട്ട് രാഹുലിൻ്റെ ഫോട്ടോ ഉള്ള ഫ്ലക്സിന്മ കയറി ഇരുന്നിട്ട് പൊട്ടിച്ചിരിക്കുക. അപ്പോൾ ചിലയിടത്ത് കോൺഗ്രസിൻ്റെ ഒപ്പം, ചിലയിടത്ത് കോൺഗ്രസിനെതിര്, ചിലയിടത്ത് BJPക്ക് അനുകൂലം, ചിലയിടത്ത് രണ്ടിൻ്റെയും കൂടി നടുവിൽ, ചിലയിടത്ത് ആരൊപ്പം ഇല്ല, ചിലയിടത്ത് എല്ലാവർക്കും എതിര്. ഒരു വ്യവസ്ഥ ഇല്ല. നമ്മൾ ഈ വാച്ച് നേരാക്കണ കടയിൽ പോയ പോലെ, വാച്ച് നേരാക്കണ കടയിൽ ഒരു കൃത്യ ടൈം ഉണ്ടാവില്ല. ചിലയിൽ 11:15, ചിലയിൽ 12:45, ചിലയിൽ 3 സൂചിയും കൂടി 6ലേക്ക് തൂങ്ങിയിട്ട്, ചിലയിൽ ഒരൊറ്റ സൂചി ഉണ്ടാവില്ല. ഓനോട് ചോദിക്കാൻ പറ്റുമോ എനിക്ക് എത്ര വാപ്പേന്ന്? അതൊരു ഏർപ്പാടാണ്, ഒരു കച്ചവടമാണ്. ഒരു നിലവാരം വേണ്ടേ? എന്ത് നിലപാടാണിത്? ഈ തെരഞ്ഞെടുപ്പിനെ പോലും നിങ്ങൾ മറ്റൊരു കണ്ണുകൊണ്ട് കാണുകയാണ്. അപ്പോൾ ഇയാൾ പ്രകാശ് കാരാട്ട് രാഹുൽ ഗാന്ധി ഇമാമായി നിൽക്കുന്ന ഈ ജമാഅത്തിൽ പിന്നിലെ സെഫിൽക്ക് കയറി ചെല്ലുന്നുണ്ട്. കാരണം അവിടുത്തെ മാർക്സിസ്റ്റുകാർക്ക് അറിയാം കോൺഗ്രസിനെ പണിക്കിയ രാജ്യം കുട്ടിച്ചോറാകും. അപ്പോൾ അവരിങ്ങനെ മെല്ലെ പിന്നിലെ സെഫിൽക്ക് പോവുക. അപ്പോൾ യെച്ചൂരി ഇയാളെ തോണ്ടുകയാണ്, പ്രകാശ് കാരാട്ടിനെ. മൂത്താപ്പ വിളിച്ചിട്ടുണ്ട്, മൂത്താപ്പാക്ക് ഈ തട്ടുമുട്ട് തീരണം. പക്ഷെ രാജ ഇതൊന്നും കേൾക്കാതെ ആ ജമാഅത്തിലേക്ക് ഇൻസൈഡ് ചെയ്ത് കുടുക്കൊക്കെ ഇട്ട് വന്ന് തോള മാറിയെങ്കിലും കമ്പിയൊക്കെ പാടെ കുത്തി വന്നപ്പോൾ തന്നെ ജമാഅത്ത് അവസാനത്തിലേക്ക് എത്തി. അങ്ങനെ ഉണ്ട്. സർത്തും പറഞ്ഞതും നോക്കിയിട്ടല്ല, വെറുതെ കയറി കുത്തി. അങ്ങനെ ഉണ്ടായത് എൻ്റെ നാട്ടിലൊരു ചങ്ങായി. ജുമായക്ക് നേരം വൈകിയാവും വരുള്ളൂ. ജുമായക്ക് നേരം വൈകി വന്നാൽ എന്താ? ജുമായക്ക് നേരം വൈകി വന്നാൽ തീരെ റക്കായത്ത് കിട്ടിയില്ലെങ്കിൽ 4 റക്കായത്ത് നിസ്കരിക്കണം. 1 കിട്ടിയാൽ പിന്നെ ഒന്നും കൂടി നിസ്കരിച്ചാൽ മതി. ഇവൻ അത്തയ്യാത്തിലിരുന്ന് റക്കായത്ത് കിട്ടിയില്ല, ഓൻ ശരിക്കും 4 നിസ്കരിച്ചിട്ടുണ്ട്. പക്ഷെ ആ പൊട്ടെന്താ ചെയ്തത് അറിയാം? ഇമാമ് സലാം പൊട്ടിയപ്പോൾ ഓനും സലാം പൊട്ടി. ഉസ്താദിനെ വിളിച്ചിട്ട് പറഞ്ഞു, ഈ മൊയന്ത് ഇതവിടെ സലാം പൊട്ടിയാൽ നീച്ചു പോണു, ജുമാ കിട്ടിയിട്ടില്ല. ഉസ്താദ് വിളിച്ചു, ഇവിടെ പറഞ്ഞു ഇജെപ്പോഴാ വന്ന് ചോദിച്ചു. ഞാൻ ആ ഇരിക്കണ നേരത്ത് വന്നാൽ ഇമാം സലാം പൊട്ടിയ 4 നിസ്കരിച്ചിട്ടുണ്ട്. ഇജ്ജ് എവിടുന്നാ ഇത് പഠിച്ചത്? ഓൻ പറയാനുള്ള ഞാൻ ഓടി വന്ന് കയറി ഇതിലിരുന്നതുകൊണ്ട് അദ്ദേഹം കിട്ടിയത്. ഓതു കൊടുക്കാൻ നിൽക്കുകയാണെങ്കിൽ അതന്നെ കിട്ടൂലാറ്. അപ്പോൾ ഈ പാഹം ഓതു കൊടുക്കാതെ കയറിയതാണ്, ഒരു ഷർത്തും പറഞ്ഞില്ല. ഞാൻ ചോദിക്കുകയാണ്,
ഈ CPI എന്ന് പറയുന്ന പാർട്ടി നിങ്ങളെ ഇടയ്ക്ക് നിങ്ങൾക്കൊരു ഇഷാർത്ത് വെക്കലുണ്ട് അല്ലേ? നിങ്ങൾ കുടുങ്ങിയൊരു കുഞ്ഞിരായും കൊടുക്ക് ചെറിയ കൊടുക്കാണോ? ഇന്ന് വാട്സപ്പിലും ഫേസ്ബുക്കിലും നമ്മളെ കുട്ടികളിട്ട ഒരു ചിത്രമുണ്ട്. അതെന്താ? ആനി രാജയോട് ആളുകൾ ചോദിക്കുകയാണ്, നിങ്ങളെ പ്രധാനമന്ത്രി ആരാ? രാഹുൽ ഗാന്ധി. അപ്പോൾ രാഹുൽ ഗാന്ധി എവിടെ മത്സരിക്കണത്? വയനാട്ടിൽ. അപ്പം നിങ്ങളെവിടെ? ഞാനും വയനാട്ടിൽ. അപ്പം മൂപ്പരെ അയക്കണ്ട്, നിങ്ങളെ അയക്കണ്ട് ഞാൻ. അപ്പം നിങ്ങൾ അയച്ചാൽ എങ്ങനെ രാഹുൽ സഭയ്ക്ക് പോവുക? ഇങ്ങനത്തെ ഒരു കുഞ്ഞിരായും കുടിക്കൽ നിങ്ങൾ കുടുങ്ങിയിട്ടില്ല. ഇതെന്ത് പാർട്ടി, എന്ത് നിലവാരം, എന്ത് നിലപാട്? എന്നാൽ രാഹുൽ മത്സരിക്കുന്നിടത്തേക്ക് നിങ്ങൾ ഇവരെ കൊണ്ടുവരാതിരിക്കല്ലേ വേണ്ടത്? കാരണം നിങ്ങളെ അരിവാളിന് ഈ രാഹുലിൻ്റെ ചിത്രം വെച്ച് നിങ്ങൾ വോട്ട് വേറെ വാങ്ങണുണ്ടല്ലോ. അതുപോലെ നിങ്ങളൊന്ന് ചെയ്യോ? നിങ്ങളങ്ങനെ കൈപ്പത്തിക്ക് വേണ്ടി വോട്ട് ചോദിക്കുന്നൊരു നാട് പറഞ്ഞു തരാവുമോ? നിങ്ങളിങ്ങനെ വിട്ടിക്കുക. അതാണ് ഇവിടുത്തെ തെരഞ്ഞെടുപ്പൊക്കെ. അങ്ങനെ വെറുതെ പാവ അംസനാണ്ട് നിർത്തിക്കുക. എന്തിന്? പോയാൽ ഒരു തേങ്ങ, കിട്ടിയ ഒരു തെങ്ങ്, അതന്നെ, വേറൊന്നുമില്ല. തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. ഇത് രാജ്യം കുട്ടിച്ചോറാകാൻ പോവുക. എല്ലാം തകരാറിലായിരിക്കുകയാണ്. പൗരത്വം, മറ്റ് നാടുകളൊക്കെ പൗരത്വം നടപ്പിലാക്കുമ്പോൾ ആ നാട്ടിലേക്ക് ആൾക്കാരെ അങ്ങോട്ട് വിളിക്കുകയാണ്. ഇപ്പോൾ ജർമ്മനിയിൽ പൗരത്വം ഉണ്ട്. എന്താ അറിയോ? ഇപ്പോൾ ഞാൻ വായിച്ചു ഈ കഴിഞ്ഞ 2 മാസം മുമ്പേ മാധ്യമം പത്രത്തിൽ, ജർമ്മൻ പൗരത്വം 8 കൊല്ലം നിന്നാൽ കിട്ടിയിരുന്നു, അത് ചുരുക്കിയിട്ട് 5 ആക്കി. അത് ഈസിയാണ്. 5 കൊല്ലം നിന്നാൽ അവിടെ പൗരത്വം കിട്ടും. ഗർഭിണിയായൊരു പെണ്ണ് പോയാൽ അവിടെ പ്രസവിച്ചാൽ കുട്ടിക്ക് പൗരത്വം. നമ്പർ 2. നമ്പർ 3, പഠിക്കാൻ ഇപ്പോൾ കുട്ടികളൊക്കെ യൂറോപ്യൻ യൂണിയനിലേക്കാണ് പോകുന്നത്. ജർമ്മനിയിലെങ്ങ ഒരു കുട്ടി പോയാൽ, എൻ്റെ മരുവനൊരു ഹുദവിയാണ്, നന്നായി ജർമ്മൻ ഭാഷ കൈകാര്യം ചെയ്യും, പോയാൽ എൻ്റെ മോൾക്കും മെച്ചാ. ജർമ്മൻ ഭാഷ തിരിയുന്നൊരു കുട്ടി സ്റ്റുഡൻ്റായി പോയാൽ ജർമ്മൻ ഭാഷ തിരിയുന്നു എന്ന ഒറ്റ കാരണത്താൽ ഓനും പൗരത്വം. അവിടെ ഇറങ്ങാൻ അയക്കുകയാണ്. അതാണ് അബുദാബിയിലെ അമ്പലം. അബുദാബിയിൽ എന്തിനാ ക്ഷേത്രം ഉണ്ടാക്കാൻ അറബികൾ സമ്മതിച്ചത്? ലക്കും ദീനുക്കും വലിയ ദീൻ, എനിക്കിൻ്റെ മതം, നിങ്ങൾക്ക് നിങ്ങളെ മതം. ഇവിടെ ഒന്നിനും എതിരല്ല, നിങ്ങൾ നിർമ്മിച്ചോളി. അത് അറബികൾക്ക് ആരാധിക്കാനാണോ? അല്ല, ഇവർക്ക് വേറെ ആരാധന. പക്ഷെ സൗകര്യം ചെയ്തു കൊടുക്കുക. എന്തിനാ? ആ ക്ഷേത്രം കാണാൻ ഇനി അവിടെ ആളുകൾ വന്നിറങ്ങും. ആളുകൾ വന്നിറങ്ങിയാൽ എന്താ ഉണ്ടാകുക? അവിടെ ലുലുമാളിൽ കച്ചവടം കിട്ടും, ജ്യൂസ് കടയിൽ കച്ചവടം കിട്ടും, വണ്ടിക്കാരന് ഓട്ടം കിട്ടും. ആ നാട് ഡെവലപ്പ് ആവുകടോ. അബുദാബി തന്നെ ഷെയ്ഖ് സായിദ് ബിൻ സുൽത്താൻ അൽ നഹിയാൻ്റെ പള്ളിയുണ്ട്. ആ പള്ളിയുടെ വരാന്തയിൽ കൂടി കാണാൻ ബർമുടട്ട പെണ്ണുങ്ങളെ ഇറക്കി. അവർക്കൊന്നുമില്ല. എന്തിനാ? ഓല് നിസ്കരിച്ചാൻ വന്നതാ? അല്ല, ഇത് കാണാൻ വന്നതാണ്. കൗതുകണ്ടായ ആളുകൾ വരും. ഈ കൂനമൂച്ചിയിൽ ഒരു മാള് വന്നാൽ ആളുകൾ ഇങ്ങോട്ട് ഒഴുകും. നല്ല നല്ല കച്ചവടക്കാർ. ഇപ്പം കണ്ട നെസ്റ്റോ കമ്പനി തിരൂരിൽ തുടങ്ങി. നെസ്റ്റോ ഈ റമദാനിക്ക് ഇഷാമാരിബിൻ്റെ ഇടയിൽ കേക്ക് വാങ്ങാനുള്ള തിരക്ക്. തള്ളാരൊക്കെ ഈളിയും പൂക്കിട്ടിട്ട കേക്ക് വാങ്ങി. ഞാൻ വിചാരിച്ച് അജറുൽ അസ്വദ് മുത്തേറ്റെന്ന് തോന്നിപ്പോയി. അമ്മായിരി തിരക്ക് എവിടെ? നെസ്റ്റോല്. അപ്പോൾ ഒരു കച്ചവടം വന്നാൽ ആ നാട് വികസിക്കുകയാണ്. ഒരു സ്ഥാപനം വന്നാൽ ആ നാട് ഡെവലപ്പാവുകയാണ്. അതാണ് അറബികൾ ചിന്തിക്കുന്നത്. അപ്പം മറ്റ് നാട്ടുകാർ അവിടെ വന്ന് ഇറങ്ങണം എന്നാണ് അറബികളെ ചിന്ത. ഇയാളോ ഇവിടെ വന്ന് ഇറങ്ങാൻ അയക്കണില്ല എന്ന് മാത്രമല്ല, ഇവിടെ ഉള്ളവരെ ഉറങ്ങാനും അയക്കണില്ല ഇയാൾ. അതാ രസം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വിശ്വസിക്കാം, ഇന്ത്യയെ കയ്യിലെടുത്ത അമ്മാനമാടുള്ള ഭൂരിപക്ഷം കോൺഗ്രസിനുണ്ടായിരുന്നു. ആ കോൺഗ്രസ് പൗരത്വം നടപ്പിലാക്കിയ ചാൻസ് കിട്ടിയിട്ടും എൻ്റെ കോൺഗ്രസ് നടപ്പിലാക്കിയില്ല. മനുഷ്യന്മാരെ, ഞാൻ കൽബ് തട്ടിയാ പറയുന്നത്. ലീഗ് വെറുതെ കോൺഗ്രസിൻ്റെ കൂടെ വെക്കുന്നത്. എല്ലാവരെയും മാനിക്കുന്നു കോൺഗ്രസ്. പൊട്ട് തൊട്ടോനെയും തട്ടമിട്ടോളിയും അകറ്റിയിരുന്നോ? ചന്ദന പൊട്ട് ധരിച്ച ചന്ദ്രൻ, നിസ്കാരത്തഴമ്പുള്ള നിസാർ അഹമ്മദ്, കുരിശു ധരിച്ച കുര്യാക്കോസ്, എല്ലാം ഈ നാടിൻ്റെ മക്കളാണ്, ഒരേ ഞെട്ടിയിലെ പൂക്കളാണ്. കോൺഗ്രസ് അങ്ങനെ ചിന്തിച്ചത്. ഓംകാര വിളികളും ഓശാന പാട്ടുകളും ഓത്തുപള്ളികളും രാജ്യത്ത് വരട്ടെ. കോൺഗ്രസ് അതാ ചിന്തിച്ചത്. എല്ലാവരെയും മാനിച്ചു, എല്ലാവരെയും സ്നേഹിച്ചു, ആരെയും അകറ്റാൻ നോക്കിയില്ല. ഗാന്ധിജിയുടെ രാമരാജ്യമാണോ മോഡിയുടെ? നോ. സ്വാമി വിവേകാനന്ദന്റെ രാമരാജ്യമാണോ? നോ. നരേന്ദ്രമോദി പറയുന്ന ചരിത്രങ്ങളൊന്നും ഭാരതീയ ചരിത്രത്തിലുമില്ല, മഹാഭാരത ചരിത്രത്തിലുമില്ല. അയാൾ പറയുന്നത് വേറൊരു ശൈലിയാണ്. അയാൾക്ക് തോന്നിയ പോലെ പുറത്തൊക്കെ അങ്ങനെ പോവും, ഇങ്ങോട്ട് വരും. എന്നിട്ടോ 1 മഹീനെ കെ അന്തർ
അച്ചാദിൻ ആയേക, ഒരു മാസത്തിൻ്റെ ഉള്ളിൽ നല്ലൊരു ദിവസം വരും. നമ്മൾ കാത്തിരുന്ന് കൊല്ലത്ര കഴിഞ്ഞ് ഒരു അച്ചാദിൻ വന്നോ? വന്നില്ല. ഇനി ഒരു അച്ചാദിൻ നല്ല ദിനം വരുന്നുണ്ട്. അത് ഈ മാസം 26-ാം തീയതിയാണ്. അന്ന് ഇയാൾ പടിയിറങ്ങുന്ന ദിവസമാണ്. അധ്വാനിച്ചോളി മക്കളെ, അധ്വാനിച്ചോളി. എല്ലാം മറന്ന് നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കണം. പൗരത്വം കോൺഗ്രസ് തൊട്ടിയില്ല, BJP തൊട്ടു, നടപ്പിലാക്കാൻ വരുന്നു. കോടതി തടഞ്ഞിരിക്കുകയാണ്. പൗരത്വം നടപ്പിലാക്കണം എന്ന് പറയുന്നവരാ CPM. വിശ്വസിക്കാൻ കൊള്ളില്ല. 500-ൽ പരം കേസ് കേരളത്തിലെടുത്തിട്ടുണ്ട്. യോഗി ആദിത്യനാഥ് കഴിഞ്ഞാൽ പിന്നെ കൂടുതൽ കേസുള്ള BJP അല്ലാത്തൊരു മുഖ്യമന്ത്രി ഭരിക്കുന്നത് കേരളത്തിലാണ്. ഈ പിണറായിനോട് ചോദിച്ചു, MLA-മാർ പൗരത്വ വിഷയത്തിൽ വല്ല കേസുമുണ്ടോ? പിണറായി എന്താ സഭയിൽ പറഞ്ഞത്? പൗരത്വ വിഷയത്തിൽ കേസെടുക്കുന്നത് നമ്മുടെ നയമേ അല്ല. പിന്നെ ഇപ്പം ഇയാൾ പറഞ്ഞു പിൻവലിക്കുന്നു. ചങ്ങായിയെ, പിൻവലിക്കണമെങ്കിൽ എടുക്കണ്ടേ? എടുത്തുക്കണ്. നാസർ ഫൈസി കൂടത്തായി തൊട്ട് ഹമീദ് വാണിയമ്പലം വരെ സമൻസ് കൈപ്പറ്റിയിരിക്കുക. എൻ്റെ കുറ്റിപ്പുറം പോലീസ് സ്റ്റേഷനിൽ പാസ്പോർട്ട് എൻക്വയറിക്ക് പോയൊരു ചെറുക്കനോട് ഇപ്പം അടുത്ത് SI ചോദിച്ചൊരു ചോദ്യമുണ്ട്. എന്താ നിങ്ങളാ NRC CAA ജാഥ പോയിന്നോ? കണ്ടോ? ഇപ്പോൾ ഇതിട്ട് തട്ടുമുട്ടുക. ഇയാൾ പറയും, ഇയാളെ വിശ്വസിക്കാൻ കൊള്ളില്ല. സിദ്ധാർത്ഥിൻ്റെ പിതാവിനറിയാം, വാളയാറിലെ പെൺകുട്ടികളെ അമ്മക്കറിയാം. ഇയാളിങ്ങനെ സുഖിപ്പിച്ച് ഭരിക്കും. ഇയാളിങ്ങനെ നല്ല വർത്താനം പറയും, മൊഞ്ചുള്ള വർത്താനം. പൗരത്വ ക്യാമ്പസിൽ പിണറായി എന്ന കാമുകൻ്റെ വർത്താനം കേട്ട് ഏതെങ്കിലും കാമുകിമാര് ആ കാമുകനുമായി ലവ് ആകാൻ പോകുന്നുണ്ടെങ്കിൽ UDF-ന് പറയാനുള്ളത്, മക്കളെ, നിങ്ങളെ കല്യാണം കഴിഞ്ഞാൽ നിങ്ങളുടെ ആദ്യത്തെ മണിയറ കൊല്ലത്തെ തടങ്കൽ പാളയം ആയിരിക്കും എന്നുള്ളതാണ്. ശ്രദ്ധിച്ചോളി, അവനാൻ കാത്തോളി. അതാണ് തെക്കൻ കേരളത്തിലും നമ്മുടെ നാട്ടിലുള്ള എല്ലാ പണ്ഡിതന്മാരും പറയുന്നത്. എന്താണെന്നറിയോ? വിശ്വസിക്കാൻ കൊള്ളില്ല. നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ല. ഇനി ഏക സിവിൽ കോഡ് എടുക്കുക. ഏക സിവിൽ കോഡ് നടപ്പിലാക്കാൻ കോൺഗ്രസിന് ആഗ്രഹമുണ്ടോ? ഞങ്ങളോട് ചോദിക്കണ്ടോ? എത്ര കാലം ഇന്ത്യ ഭരിച്ചടോ എൻ്റെ കോൺഗ്രസ്? ഇന്ന് വരെ കോൺഗ്രസ് കയ്യിലെടുത്ത അമ്മാനമാടുള്ള ഭൂരിപക്ഷം, 3-2 ഭൂരിപക്ഷം ശ്രീമതി ഇന്ദിരാഗാന്ധിയുടെ, രാജീവ് ഗാന്ധിയുടെ കാലത്ത് ഒരു പറമാണിനെയും കൂസാതെ നയമുണ്ടാക്കാമായിരുന്നു. കോൺഗ്രസ് ഏക സിവിൽ കോഡിനെ പറ്റി ആലോചിച്ചോ? എന്താ നിങ്ങൾ ഇരിക്കണേ? ഏക സിവിൽ കോഡ് എന്ന് പറഞ്ഞാൽ എന്താ അറിയോ? ചിലവരെ വിചാരം ഏതോ ഡ്രസ്സിൻ്റെ ബാർകോഡാന്നാ ഏക സിവിൽ കോഡ്. കല്യാണത്തിന് ഒറ്റ നിയമം, ഒറ്റ നിയമം. അതിൽ ജാതി മതമൊന്നുമില്ല. ഹിന്ദുവിൻ്റെ കല്യാണം എങ്ങനെ? പൂജ വേണം, പൂജാരി വേണം, നിറപറ വേണം, നിലവിളക്ക് വേണം, താലിമാലകൾ വേണം, ആചാരാനുഷ്ഠാനങ്ങൾ വേണം. മുസൽമാൻ്റെ കല്യാണോ വലിയ വേണം, വരൻ വേണം. സവ്വജ്തുക വ അങ്കഹതുക, ഞാൻ ഇണയാക്കി തന്നു, കെട്ടിച്ചു തന്നു. ഖബിൽതു മിൻക, താങ്കളിൽ നിന്ന് ഞാൻ സ്വീകരിച്ചു. വറളീതു ബിഹി, ഞാൻ തൃപ്തിപ്പെട്ടു. നീതിമാന്മാരായ 2 സാക്ഷികളും വേണം. ഇതാണ് കല്യാണം. ഇതല്ലാത്തൊരു കല്യാണം നടക്കുന്നുണ്ട്. എവിടെ അറിയോ? ബ്രാഞ്ച് കമ്മിറ്റി ഓഫീസിൽ, ലോക്കൽ കമ്മിറ്റി ഓഫീസിൽ. അവിടുത്തെ ഖാദിയാരാ? ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി. അവിടുത്തെ ഖത്തീബാരാ? ബ്രാഞ്ച് കമ്മിറ്റി സെക്രട്ടറി. KT ജലീൽ ചുവന്ന മാല. എന്നിട്ട് പോവുകയാണ്. ജാതിയും മതവും മാറിയുള്ള കല്യാണം. ഈ നിൽക്കുന്ന ഒരു അമ്മ ആഗ്രഹിക്കോ എൻ്റെ മോള് ഒരു മുസ്ലിം ചെറുക്കൻ്റെ കൂടെ ചാടിപ്പോകണമെന്ന്? ഒരു ഉമ്മ ആഗ്രഹിക്കോ എൻ്റെ കുട്ടി ഒരു ഹൈന്ദവ കുട്ടിയുടെ കൂടെ ചാടിപ്പോകണമെന്ന്? അവനാൻ്റെ മക്കളെ കാത്തോളി. നമ്മൾ ആരും അതിനെ നിർബന്ധിക്കുന്നില്ല. അച്യുതാനന്ദൻ പറയുന്നത് പോലെയല്ല. അച്യുതാനന്ദൻ എന്താ പറഞ്ഞത്? ജാതിയും മതവും മാറ്റി കുറേ ആളുകളെ കൊണ്ടുപോയി പ്രേമത്തിലായി, അങ്ങനെ കല്യാണവും കഴിച്ച് കുറേ മക്കളെയും ഉണ്ടാക്കി. അങ്ങനെ ഒരു 20, 25, 30 കൊല്ലമാകുമ്പോഴേക്ക് ഈ കേരള സംസ്ഥാനം ഒരു ഇസ്ലാമിക രാജ്യമായാലും അത്ഭുതപ്പെടാനില്ല. അങ്ങനെ കോൺഗ്രസ് പറയോ? അങ്ങനെ കോൺഗ്രസ് പറയോ? ഇന്ന് ദി കേരള സ്റ്റോറി എന്ന് പറയുന്ന വിവാദമായിട്ടുള്ള ആ ചിത്രീകരണത്തിലേക്ക് നയിച്ചത് ഇയാളെ വർത്താനാ. ഇയാളെ വർത്താനത്തെക്കുറിച്ച് ആദ്യം പോരിശ പറഞ്ഞത് ആരാന്നറിയോ? UP മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ്. എന്താ പറഞ്ഞതെന്നറിയോ? കേരള കെ മുഖ്യമന്ത്രി അച്യുതാനന്ദൻ ने कहा, അങ്ങനെ പറഞ്ഞു. അച്യുതാനന്ദൻ പറയാണ് ലവ് ജിഹാദ്. അങ്ങനെ ഒരു ജിഹാദ് ഉണ്ടാ? ഈ ലവ് തലേ കയറിയോന് ജിഹാദ് കൽബ് കയറിയോടോ? ലവ് തലേ കയറിയോ പിന്നെ എന്ത് ജിഹാദാ? ജിഹാദ് കൽബ് കയറിയോന് ലവിനെ പറ്റി ചിന്തിക്കുവോ? ഇത് മോരും മുതരിമാരിയാ, പരസ്പരം ചേരൂല. പിന്നെ ആൾക്കാരൊക്കെ പ്രേമിച്ച് പോകുന്നുണ്ട്, അതൊക്കെ ലവ് ജിഹാദ്. അങ്ങനെയാണെങ്കിൽ റിയാസ് കല്യാണം കഴിച്ചത് വീണനെ ഏത് ജിഹാദാ? പറയടോ. ഇവിടെ ഒരു പൊതുയോഗം വെച്ചിട്ട് മുഹമ്മദ് റിയാസ് വീണനെ കല്യാണം കഴിച്ചത് ഏത് ജിഹാദാ?
നിങ്ങൾക്ക് എന്ത് നിക്കാഹ്? നിങ്ങൾക്ക് ഒന്നുമില്ല. നിങ്ങൾക്ക് സവ്വജത്തുക്കല്ല, അങ്കായത്തുക്കല്ല, പൂജല്ല, പൂജാരി ഇല്ല. ഈ ഇൻഗ്ലാബ് ഈ ഇൻഗ്ലാബ് ഈ ഇൻഗ്ലാബ് സിന്ദാബാദ് 3 വട്ടം ലേലാണ്ട് ഉറപ്പിച്ച് അതന്നെ കല്യാണം. ആ കല്യാണമാണ് ഏക സിവിൽ കോഡിൽ വരുന്നത്. ഹിന്ദുവിന് ഇഷ്ടാവുമോ? മുസൽമാന് ഇഷ്ടാവുമോ? മയ്യത്ത് മറയ്യലോ ഏക സിവിൽ കോഡിൽ വേറെയാണ്. എല്ലാം ചുട്ട് ചാമ്പലാക്കണമെന്ന് വന്നാൽ ഇവിടുത്തെ മൊയ്തീനാജി സമ്മതിക്കുമോ? അയാളുടെ ജനാസ കുളിപ്പിച്ച് കഫൻ ചെയ്ത് ദഫൻ ചെയ്ത് തെൽഖീൻ ചൊല്ലിക്കൊടുത്ത് അല്ലാഹുമ്മ സബ്ബിതുഹു ഇൻദ സുആൽ ഇതൊക്കെ പറഞ്ഞിട്ട് മറവ് ചെയ്യാനാണ് അയാൾ ആഗ്രഹിക്കുന്നത്. ഹൈന്ദവന്റെ ആചാരപ്രകാരം അവരും അത് ആഗ്രഹിക്കുന്നു. എന്നാൽ ഏക സിവിൽ കോഡ് വന്നാൽ ഇതെല്ലാം കൊളാവും. ഇന്ത്യ അങ്ങനെയാണ്, എല്ലാവർക്കും വകവെച്ച് കൊടുക്കുകയാണ്. കൂനമൂച്ചി അങ്ങാടിയിൽ ഞാനൊരു വാളേറ്റ് നടന്നാൽ നിങ്ങളൊന്ന് ഫോൺ ചെയ്താൽ SI വന്ന് ഇന്നാണ്ട് കൊണ്ടുപോകും. എൻ്റെ വാളെടുക്കലിൻ്റെ പൂതിയാണ്ട് തീർക്കും. എന്നാൽ ഒരു സിഖുകാരൻ കൃപാണവും പിടിച്ച് ഇവിടെ നടന്നാൽ അയാളെ തൊടാൻ പാടില്ല. വാൾ ഉയർത്തിപ്പിടിച്ച് നടക്കൽ അയാളുടെ ആചാരപരമായ കാര്യമാണ്, തൊടരുത്. അതാ ഇന്ത്യ. പള്ളിക്ക് വാളെടുക്കുന്നുണ്ട്. മആശറൽ മുസ്ലിമീന റഹ്മക്കുമുല്ലാഹ്, അൽ ജുമുഅത്തു ഹജ്ജുൽ ഫുഖറായിൻ, പാവപ്പെട്ടവന്റെ ഹജ്ജാണ് ഈ ജുമുഅ അല്ലേ. വഈദുൽ മുഅ്മിനി, മുഅ്മിനിന്റെ പെരുന്നാളുമാണ് ഈ ജുമുഅ എന്ന് പറഞ്ഞ് ഖത്തീബിന്റെ മുമ്പേ മുക്രി വാളെടുത്ത് നിൽക്കുമ്പോൾ അത് മരം കൊണ്ട് പെയിന്റ് അടിച്ച മരം കൊണ്ടുണ്ടാക്കിയ ഒരു വാള് പെയിന്റ് അടിച്ച് നിർത്തിയിരിക്കുകയാണ്. അതും വാളെടുക്കുക എന്നാ പേര്. പക്ഷെ ഔദുംകാരക്കൊക്കെ ഇറങ്ങിയിട്ട് ഒരാൾ SIക്ക് വിളിക്കുകയാണ്. ഇവിടെ ഉണ്ട് മെഹ്റാബിൽ ഒരു ചെങ്ങായി വാളെടുത്തിക്കെന്ന് പറഞ്ഞാൽ SI പൊട്ടണമെന്നല്ല, വരൂല. അങ്ങനെ ഉണ്ടായിരുന്നു. സുന്നി മുജാഹിദ് തർക്കമുണ്ടായി ഒരു പള്ളിക്ക്. സുന്നി രണ്ട് വിഭാഗം ആളുകൾ തർക്കമുണ്ടായി. സുന്നി മുജാഹിദ് അഞ്ഞ എന്താ അറിയില്ല, തിരൂർ ഭാഗത്താണ്. രണ്ടു കൂട്ടർ തർക്കമായി. അപ്പോൾ അവർ മസ്ലഹത്തിന് വേണ്ടി, കോംപ്രമൈസിന് വേണ്ടി നാട്ടുകാർ തീരുമാനിച്ചു, നിങ്ങൾ രണ്ടു കൂട്ടരും കൂടി തർക്കിക്കണ്ട, രണ്ടു കൂട്ടരും കൂടി ഇങ്ങനെ ആവണ്ട. ഈ ആഴ്ച നിങ്ങൾ വാളെടുക്കുക, മറ്റൊരു ഖുത്ബ ഓതുക. അടുത്ത വെള്ളിയാഴ്ച മറ്റൊരു വാളെടുക്കുക, നിങ്ങൾ ഖുത്ബ ഓതുക. അപ്പോൾ ഈ ആഴ്ച നിങ്ങൾ എടുക്കുക വാള്, അടുത്ത ആഴ്ച മറ്റൊരു എടുക്കുകയാണ്. അപ്പോഴാണ് അവിടുത്തെ DYSP പറഞ്ഞ് അങ്ങനെ നിങ്ങൾ വാളെടുത്താൽ ഞാൻ തോക്ക് കൊടുക്കുമെന്ന് പറഞ്ഞു മൂപ്പര്. അതെന്താ അറിയുക, ആ വന്ന SIക്ക് DYSPക്ക് അത് അറിയില്ല, പാവം. ഇതാ ഇന്ത്യ. യഹോവ സാക്ഷികൾ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ നമ്മളെ നാടിനോട് ചോദിക്കുകയാണ്, ദേശീയ ഗാനം ചൊല്ലുമ്പോൾ ജനഗണമന അതിനായക ജയഹേ എന്നുള്ള പാട്ടിൽ, ദേശീയ ഗാനത്തിൽ ഞങ്ങളെ വിശ്വാസത്തിന് എതിരായി ചില വരികളുണ്ട്, പ്ലീസ് ഞങ്ങളെ ഇടങ്ങറാക്കല്ലേ, ഒന്ന് വിട്ടുക്കും, ഞങ്ങൾ എണീറ്റ് നിൽക്കൂല. ഇന്ത്യ പറഞ്ഞ് നിങ്ങളാ നിൽപ്പ് നിന്നോളിട്ടാണ്. അതാണ് ഇന്ത്യ. ഞങ്ങളെ വിശ്വാസത്തിന് എതിരാണ് അതിലെ ചില വരി. ദേശീയ പതാകക്ക് സല്യൂട്ട് അടിക്കണം, പക്ഷേ ഓഗസ്റ്റ് 15 റിപ്പബ്ലിക്കിന് ഞങ്ങൾ സല്യൂട്ട് അടിക്കൂല. യഹോവ സാക്ഷികൾ അവർക്ക് അതിനും സമ്മതം കൊടുത്ത നാടാ. അതാണ് ഇന്ത്യ, എല്ലാവരെയും മാനിച്ച ഇന്ത്യ. ആ ഇന്ത്യയെ കുട്ടിച്ചോറാക്കിയാലുള്ള ദുരന്തം എന്താ? ജീവിതം മുഴുവനും ദുസ്സഹമാക്കിയതിനെ കുറിച്ച് ഈ മോണ്ടിക്ക് ചർച്ച ഉണ്ടോ? ഇയാൾ ആവശ്യമില്ലാത്ത വർത്താനം മുഴുവൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ രാഹുൽ ഗാന്ധി കടപ്പുറത്ത് കണ്ടില്ലേ, നമ്മൾ അധികാരത്തിൽ വന്നാൽ ചെയ്യുന്ന പണികളൊക്കെ അത് നടപ്പിലാക്കാനാ പറയുന്നത്. ഇയാൾ എന്താ പറഞ്ഞിരുന്നത്? ഇയാൾ പറഞ്ഞു നമ്മുടെ അക്കൗണ്ടിലേക്ക് ഇത്ര ഉറുപ്പ്യ വരും. നമ്മളെ അക്കൗണ്ടിൽ ഇയാളാണ് വലിച്ചാ ചെയ്തത്, മിനിമം ബാലൻസ് ഇല്ലാത്ത കാരണത്താൽ. എന്തെങ്കിലും ഉണ്ടോ? ഏതെങ്കിലും ഒരു കാര്യമുണ്ടോ? രണ്ട് ദുരിതം കൂടി നമ്മൾ പേരല്ല. ഞാൻ അവസാനിപ്പിക്കാം. ഇത്ര രൂക്ഷമായ വിലക്കയറ്റം സാഹചര്യത്തിൻ്റെ മുമ്പുണ്ടായിട്ടുണ്ടോ? പീഡിയയിലേക്ക് ചെല്ലാൻ പറ്റുമോ? എന്താ പറഞ്ഞത്? വിലക്കയറ്റം പിടിച്ചു നിർത്തും. ഇപ്പോഴോ പീഡിയക്കോണോനെ പിടിച്ചു നിർത്തുകയാണ്. ഇജാണ്ട് പോണ്ട, അവിടുത്തെ കാര്യം മഹാ കഷ്ടമാണ്. കണ്ടില്ലേ? എന്തെങ്കിലും ഒരു നന്മ പറയാണ്ട രണ്ടു കൂട്ടർക്കും. രണ്ടും കൊള്ളയടിക്കുകയാണ്. അവനാന് മുതലുണ്ടാക്കുകയാണ്. അവനാനൊരു മുതലുണ്ടാക്കുക. മാസപ്പടി, ലൈഫ്, സ്വർണ്ണക്കടത്തൊക്കെ നടത്തി. ഞങ്ങളെപ്പറ്റി വലിയ ആക്ഷേപങ്ങൾക്ക് എന്താടോ സഖാക്കളെ? നിങ്ങൾ പറഞ്ഞത് ഞങ്ങൾ മതം ഉപയോഗിക്കുന്നു എന്നാ രാഷ്ട്രീയത്തിന്. നിങ്ങളെ ശത്രുവായ TP ചന്ദ്രശേഖരനെ കൊല്ലാൻ പോകുമ്പോൾ മാഷാ അല്ലാ എന്നുള്ള സ്റ്റിക്കർ ഉപയോഗിച്ച നിങ്ങളപ്പം ഞങ്ങളെ പഠിപ്പിക്കണം. ആ സ്റ്റിക്കർ ഉപയോഗിച്ചത് നിങ്ങളാ. ഖുർആൻ ഉപയോഗിച്ച സ്വർണ്ണക്കടത്ത്, ഖുർആൻ. എന്നിട്ട് ആ കൊടുന്ന മുസാഹിബ് തൂക്കി വെക്കുമ്പോൾ സ്വർണം വലിച്ച് തൂക്കൽ കുറച്ച് കുറവാണ്, മറ്റേ നല്ല തൂക്കമുണ്ട്. ഇതെന്തെങ്ങനെ 2 തരം മുസാഹിബ്? KT ജലീൽ ഇതിൽ പങ്കുണ്ട്. അപ്പം ഞാൻ ചോദിച്ചു കുറ്റിപ്പുറത്തൊരു പൊതുയോഗത്തിൽ, ഇതെന്താ 2 സൈസ് തൂക്കം, ഒക്കെ 30 ജ്യൂസ് ഉണ്ടായിരുന്നു, പിന്നെന്താണ്? അപ്പോൾ ഒരു ചങ്ങായി അവിടെ പറയാണ്, അത് ജലീൽ കൊടുത്ത മുസാഹിബിൽ ചിലപ്പോൾ അൽബക്കർ ഉണ്ടാവില്ല, എനിക്കെന്താ ചെയ്തെന്ന് ഓന്. വല്ലാത്തൊരു കഥ, ഒരു പൂതി
വല്ലാത്തൊരു സംഭവമാണ്. നിങ്ങൾ ചെയ്യാത്തത് എന്താ? ഇപ്പം എല്ലാവരും ശ്രദ്ധിച്ചോളി, കൂനമൂച്ചിലുള്ളവർ. ഇപ്പോൾ ഒരു പുതിയ പണി തുടങ്ങിയിട്ടുണ്ട്. എലക്ഷൻ വന്നാൽ ഓഫീസർ പെരയിൽ വരിക, എന്നിട്ട് നമ്മൾ എടുത്തിട്ട തറമ്മൽ വന്നിട്ട് അറിയാം പെര പാസ്സായിക്കണിട്ടാ. പണ്ട് എല്ലാ പഞ്ചായത്തിലും ഉദ്യോഗസ്ഥർ വരുന്നുണ്ട്, ഇടതുപക്ഷ മെമ്പറും വിളിക്കും ഈ ഗുണഭോക്താക്കൾക്ക്, നിങ്ങളുണ്ടാ ഈ പെര കൊടുക്കുക, നിങ്ങൾ പെര കൊടുക്കുക. നിങ്ങൾ കണ്ണ് പൊടിയിടാനാണ് ആ ബസ് യാത്ര നടത്തിയത് അല്ലേ? ആ ബസ് യാത്ര നടത്തി ഇങ്ങനെ വന്നു. ഞങ്ങളൊക്കെ പരാതി നിന്നു. പഞ്ചായത്തിൽ പരിഹരിക്കാത്ത പരാതി. കുറ്റിപ്പുറം പഞ്ചായത്തിൽ 6 സെൻറ്റിൽ നമ്പർ ഇട്ടെടുക്കാത്ത ചെങ്ങായി സെക്രട്ടറിനെ വെല്ലുവിളിച്ചിട്ടാണ് പറഞ്ഞത്, ഞങ്ങൾ നേതാവ് വരുന്നുണ്ട്, എന്നെ കാണിച്ചു തരാറ്. കോട്ടൊക്കെ വന്ന് പിണറായിക്ക് നിവേദനം കൊടുത്തു. മെസ്സേജ് വരും തന്നെ. 4 മണിക്ക് വേഗം കിടന്നുറങ്ങാണ് സന്തോഷത്തിൽ. ഇതിൽ കണ്ടിക്കണ് മെസ്സേജ് വരുന്ന ശബ്ദം കേട്ടപ്പോൾ വേഗം ജാടിൻ്റെ നീച്ചി അടുക്കളയിൽ പോയിട്ട് പെണ്ണുങ്ങളോട് പറഞ്ഞു പിണറായിയുടെ മറുപടി ഒന്ന് കണ്ടിയാൽ. നോക്കുമ്പോൾ എന്താ അറിയോ, താങ്കൾ സെക്രട്ടറിയെ കാണുക. ഈ സെക്രട്ടറിനെ കണ്ട് ഇടങ്ങറായിട്ടാണ് ഇയാളെടുത്തത് കൊടുത്തത്, സെക്രട്ടറിയെ കാണുക. നമുക്കറിയോ, 4 പെൺകുട്ടികളുള്ള ഒരു സ്ത്രീ BPL ആയി കിട്ടാൻ നിവേദനം കൊടുത്തിരുന്നു സപ്ലൈ ഓഫീസർക്ക്. നടന്ന് ചെരുപ്പ് തേഞ്ഞു ആ പെമ്പർന്നോളെ. ആ പെമ്പർന്നോള് തിരൂരിലെ ഈ സഭയിൽ കൊണ്ടുപോയിട്ട് കൊടുത്തു, വാങ്ങി. ഓൾക്കും മെസ്സേജ് വന്നു. എന്താ മെസ്സേജ്? താങ്കൾ സപ്ലൈ ഓഫീസറെ കാണുക. സപ്ലൈ ഓഫീസറെ അടുത്തേക്ക് നടന്നിട്ട് ചെരുപ്പ് തേഞ്ഞോളാണ് ഇവള്. അപ്പോൾ ഇതേ പിണറായി അവിടെ, ഇതേ ടീം തന്നെ അവിടെ. എൻ്റെ നാട്ടിലെ കാളിയടത്തി നല്ല വയറുവേദന മൂപ്പത്തിയർക്ക് ഇടക്കിടക്ക് വേലായുധൻ ഡോക്ടറെ കാണിക്കാൻ പോകും. വേലായുധൻ ഡോക്ടറെ കാണിച്ചിട്ട് വയറുവേദനക്ക് ഭേദമില്ല, ബസ് കയറി ഇങ്ങനെ ഒയ്യുന്നുണ്ട് തള്ള. അപ്പോൾ ഇരുത്തിരിക്കണ പെമ്പർന്നോൾ ചോദിച്ചു, എന്തേ അമ്മേന്ന്? ഒന്നുമല്ല, പൈസ കൊണ്ടേ കുഴിച്ചിടുക എന്നല്ലാതെ അയാളെ കൊണ്ടൊരു മെച്ചം കിട്ടണില്ല. അപ്പോൾ 50 ഉറുപ്പ്യ എപ്പോഴും ഫീസുള്ളൂ, പഴയ ഡോക്ടറാണ്. ഈ തള്ള ഒപ്പമുള്ള ആൾ പറഞ്ഞ് കോഴിക്കോടുണ്ട് വയറിൻ്റെ സ്പെഷ്യലിസ്റ്റ്, നിങ്ങൾ ഇവിടെ വെച്ച് കളിക്കണ്ടാറ്. നമ്പർ ചോദിച്ചു. ആ പെമ്പർന്നോളൊരു കടലാസ് കഷത്തിൽ എഴുതി കൊടുത്തു. ഈ തള്ളെന്ത് ചെയ്തു അറിയാം, പേഴ്സ് ചീന്തിയിട്ട് തൊഴിലുറപ്പിനൊക്കെ പോണൊരു കാളിയടത്തി പാവം അത് ഈ പേഴ്സിലും വെച്ച് പെരയിൽ വന്ന് പേരക്കുട്ടിനോട് പറഞ്ഞ് ഇതിലൊന്ന് വിളിച്ച് ബുക്ക് ചെയ്താണ് വല്യമ്മക്ക്. പേരക്കുട്ടി വിളിച്ചപ്പോൾ പറഞ്ഞ് 500 ഉറുപ്പ്യ ഗൂഗിൾ പേ ആയിട്ട് അയച്ചു കൊടുക്കണം. അതെന്താ തടി വെച്ച്? അതിപ്പോൾ ഇങ്ങനെ ഒരു പരിപാടി ഉണ്ടായിരുന്നു, ഗൂഗിൾ പേ ആയിട്ടാണ്ട് അയച്ചു കൊടുത്ത് ബുക്ക് ചെയ്ത് കോഴിക്കോട്ടെ ഡോക്ടറെ കാണാൻ തള്ള കുറ്റിപ്പുറത്തുനിന്ന് ഒരു കാറും വിളിച്ച് 3000 ഉറുപ്പ്യ വാടകയും കൊടുത്ത് നേരെ കോഴിക്കോട് ചെന്ന് ഡോക്ടറെ ക്ലിനിക്ക് ചോദിച്ചറിഞ്ഞ് അങ്ങനെ ഡോക്ടറെ ബോർഡ് കണ്ട് അവിടെ ഇറങ്ങി ക്ലിനിക്കിൽ കണ്ട് കയറി സിസ്റ്ററോട് ചോദിച്ച്, മാളെ നിന്റെ ടോക്കൻ എത്രയാണ്? നിങ്ങൾ എത്രയാണ് ചോദിച്ചു. 13. ഇപ്പം 10 പോയത്. 11ഉം 12ഉം കഴിഞ്ഞ് ഞങ്ങളെ വിളിക്കുവാറ്. 12 കഴിഞ്ഞേക്ക് തള്ളനെ വിളിച്ച്, എന്ത് മേലെ വീട്ടിൽ കാളി. തള്ള പാഞ്ഞങ്ങോട്ട് ചെന്ന് വാതിൽ കടന്ന് നോക്കുമ്പോൾ എന്താ അറിയോ, ഇതേ വേലായുധം തന്നെ അവിടെയും. അപ്പം എന്താ, വേയം വെള്ളി ഇവിടെയും ശനി ഞായർ കോഴിക്കോടുവാ. അതാ രസം. ഒരു കഥ. എൻ്റെ പിണറായിയെ മാർക്സിസ്റ്റേരെ നിങ്ങൾ പൊട്ടനാക്കുക ആൾക്കാരെ. അതിനതെൻ്റെ ഉമ്മൻചാണ്ടി എത്ര മനോഹരമായിട്ടാണ് ഈ നാട് ഭരിച്ചത്, എത്ര ജനങ്ങൾക്ക് ക്ഷേമങ്ങൾ നടത്തി, എന്തെല്ലാം ഉപകാരം നടത്തി. ഇതിലിപ്പോൾ എന്താ നിങ്ങൾക്ക് മെച്ചം? നിങ്ങൾക്ക് മെച്ചം നിങ്ങളെ മോള് വീണക്ക് മെച്ചം, നിങ്ങളെ പെമ്പർന്നോള് കമലക്ക് മെച്ചം, നിങ്ങളെ മരോന് റിയാസിന് മെച്ചം. മാത്രമല്ല AI ക്യാമറ വിവാദം വന്നപ്പോൾ കാശൊക്കെ വാങ്ങിക്കൊണ്ടേക്കണേ, പക്ഷെ ക്യാമറ വെച്ച ചങ്ങായിക്ക് ആയിട്ടിട്ടില്ല. അപ്പോൾ അയാൾ ഓഫീസിൽ വന്ന് അപ്പോൾ 40% ഒരാൾ കൊണ്ടുപോയിക്കണ്, ബാക്കി പൈസയും കൂടി കിട്ടാണ്ട്. കൊണ്ടുപോയ ആൾ ഏതാ ഒപ്പ് എന്ന് നോക്കിയപ്പോൾ ആരാ അറിയോ, പിണറായിയുടെ ചെക്കൻ്റെ അമ്മോസൻ. ഭയങ്കര രസമാണ്. പിണറായിയുടെ ചെക്കൻ്റെ അമ്മോസനും അഴിമതി നടത്തി. അപ്പോൾ ഓലൊക്കെ നല്ല റാഹത്തിലപ്പോൾ. ഇപ്പോൾ നമ്മളെ കുട്ടികളൊക്കെ ആ കുടുംബത്തേക്കൊന്നാണ് കെട്ടിച്ചാൽ മതി, നമ്മളും കഴിച്ചിലാവും. അതേതുപോലെ ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് എൻ്റെ ടീച്ചർ എന്നോട് ചോദിച്ചു, സിദ്ദീഖ് അലി എനിക്ക് എന്താവാനാണ് ആഗ്രഹം? എനിക്ക് മാഷാവാനാണ് ടീച്ചറെ പൂതിയാൽ. അവിടെ മനോജ് പറയൂ, മോനെ നിനക്ക് എന്താവാനാ പൂതി? മനോജ് എനിക്ക് ഡോക്ടർ ആവണം എന്നാണ്. സിറ്റോൺ. അബൂക്കർ നിനക്ക് എന്താണ് ആഗ്രഹം? അബൂക്കർ പറഞ്ഞു എനിക്ക് എൻജിനീയർ ആവാനാ ടീച്ചറെ പൂതിയാൽ. സിറ്റോൺ. നെക്സ്റ്റ് ശശി സ്റ്റാൻഡപ്പ്. മോനെ നിനക്ക് എന്താവാനാണ് പൂതി ചോദിച്ചു. ശശി പറഞ്ഞു എനിക്ക് ഡോക്ടറും മാഷും എൻജിനീയറും എന്നല്ല, എനിക്ക് കാറും ബംഗ്ലാവും റിസോർട്ടും ഒക്കെ ഉള്ളൊരു മുതലാളി ആവാനാണ് ആഗ്രഹം. സിറ്റോൺ. ശശി. ശ്രീകല സ്റ്റാൻഡപ്പ്. മോളെ നിനക്ക് എന്താവാനാണ് പൂതിയെന്ന്. ശ്രീകല പറഞ്ഞു
ഇപ്പം ഇരുന്ന ശശിയുടെ പുതിയ എനിക്ക് പുതിയ അറിയാം അതന്നെ എന്നെ ഓൻ്റെ ഒപ്പം കൂടിയ ഇവളും കഴിച്ചില്ലായി അതന്നെ. പിണറായി കുടുംബത്തിന് നല്ല റാഹത്താണ്, മറ്റുള്ളവരൊക്കെ കഷ്ടപ്പാടാണ്. എവിടെങ്കിലും വല്ലതും നടക്കുന്നുണ്ടോ? റേഷൻ ഷോപ്പിൻ്റെ കഥ കഴിഞ്ഞ്, ഉച്ചക്കഞ്ഞിയുടെ കഥ കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞ്. ഉച്ചക്കഞ്ഞിയൊക്കെ ഇപ്പോൾ ജനകീയ സംരക്ഷണ സമിതി, ഉച്ചക്കഞ്ഞി സംരക്ഷണ സമിതി എന്ന് പറഞ്ഞിട്ടൊരു കമ്മിറ്റി ഉണ്ടാക്കിക്കുക. പഞ്ചായത്ത് മെമ്പർ കൺവീനറും ഹെഡ്മാഷ് ചെയർമാനും. എൻ്റെ നാട്ടിലെ ഹെഡ്മാഷ് നടക്കാൻ പോയാൽ പെരയിൽ കയറൂല. എന്താ കാരണം? കഞ്ഞി വെക്കണ ആഴ്ചത്തെ തെരഞ്ഞേരുകയാണ്. 5-6 മാസമായി ആ തള്ളക്ക് പൈസ കൊടുത്തിട്ടില്ല. ചങ്ങായി ഇപ്പോൾ ജുമായക്കും വരില്ല മഹലിലേക്ക്. എന്താ കാരണം? പീഡിയക്കാരൻ അസ്സലാമു അലൈക്കും ഇന്നലത്തെ ചാക്കിൻ്റെ പൈസ ഇട്ടിട്ടില്ല, അരിയുടെ പൈസ അവിടെയും കൊടുക്കാണ്ട്. എന്നാൽ എടായി കൂടിയായിരുന്നു മകളോട് പോയിരുന്നത്. ഇപ്പം അങ്ങനെയും വരവില്ല. ഇപ്പം ഹെൽമെറ്റ് വെച്ചിട്ട് രാത്രി ഒന്ന് വന്ന് വീരറിഞ്ഞു പോകും. എന്താ കാരണം? ഒരു കൊട്ടവണ്ടിക്കാരുണ്ട് അതിൻ്റെ അടുത്ത്, ഓനക്ക് വിറകിൻ്റെ കൈ അവിടെയും കൊടുക്കാണ്ട്, തൊടിനോടത്തൊക്കെ പൈസ കൊടുക്കാണ്ട്. അപ്പോൾ ഹെഡ്മാഷ് ഇപ്പോൾ പറയാണ് പഠിപ്പിക്കാനും തോന്നുന്നില്ല, സ്കൂളിൽ പോകാനും തോന്നുന്നില്ല. അപ്പോൾ നിങ്ങളിപ്പോൾ എങ്ങനെ പഠിപ്പിക്കണ്? 1-ാം കുന്നുമ്മേൽ നന്നൊന്നും ചൊല്ലിക്കൊടുത്ത് 2-ാം കുന്നുമ്മ അവിടെ പോയി കുത്തിരക്കും. കണക്കിങ്ങനെ ഒക്കെ കൂട്ടി അവിടെ വെക്കും, കൂട്ടൂല. അതെന്താ കാരണം? കൂട്ടാൻ വെക്കാനുള്ള കായ് പച്ചക്കറി പീടിയ കൊടുത്തില്ല, അത് എന്നാ കൂട്ടിന് അതിൻ്റെ വശത്ത് കൂട്ടാന്ന്. അപ്പം നിങ്ങളിപ്പോൾ ശരിക്കും ചെയ്യേണ്ടത് എന്താ? കിട്ടുന്ന ശമ്പളം ഇങ്ങനെ കൊടുക്കാനേ ഉള്ളൂ, അതുകൊണ്ട് ഉള്ളതിനനുസരിച്ച് പഠിപ്പിക്കുക. അങ്ങനെയാണ്. എൻ്റെ നാട്ടിലൊരു ഉസ്താദ് ഉണ്ടായിരുന്നു. ആ ഉസ്താദ് എല്ലാ നിസ്കാരത്തിലും ഫാത്തിയ കഴിഞ്ഞാൽ ഇന്ന ആയത്തിനാക്കൽ കൗസർ സൂറത്താവുക. തങ്ങളെ ചെറിയ സൂറത്ത്, അതിലും ചെറുത് ഇറങ്ങിയിട്ടില്ല, അല്ലെങ്കിൽ മൂപ്പരത് ഓതും. ഇന്ന ആയത്തിനാക്കൽ കൗസർ മാത്രം ഓതുന്നുണ്ടപ്പോൾ കമ്മിറ്റി അടിയന്തരമായി യോഗം ചേർന്നിട്ട് പറഞ്ഞു, ഉസ്താദെ 114 സൂറത്തുണ്ട് ഖുർആനിൽ, നിങ്ങൾ ഈ ജന്മം തീരുവോളം ഇസ്രാഫിൽ സൂറിൽ ഊതുവോളം ഈ ഇന്നായത്തിനാക്കൽ കൗസറേറ്റ് തന്നെ ജീവിക്കാൻ കണ്ടിക്കുക. ഇത് ചോദിച്ചേക്ക് ഉസ്താദ് പൊട്ടിത്തെറിച്ച അല്ല, ഈ 2500 റുപ്യ ഇനി ഞാൻ അൽക്കാഫ് ഓതിക്കോളാം, അങ്ങക്ക് എന്ത് ചെയ്യുന്ന മൂപ്പര് ചോദിച്ചത്. അപ്പം എന്താ സംഭവം? കിട്ടുന്നതിനനുസരിച്ച് പഠിപ്പിക്കുക. കഴിഞ്ഞ് കഥ. ഉച്ചക്കഞ്ഞി മാവേലി സ്റ്റോർ ചെല്ലാൻ വയ്ക്കോ? അരി വന്നിട്ടില്ല, മുളക് തീർന്നു പോയി, മല്ലി ഇല്ല, പഞ്ചസാര ഇല്ല, തുവരപ്പരിപ്പ് ഇല്ല. എൻ്റെ നാട്ടിലൊരു ചെക്കൻ പെണ്ണ് കാണാൻ പോയി. പെണ്ണ് കാണാൻ പോയിട്ട് പെണ്ണിനെ പറ്റിയപ്പോൾ പെണ്ണിൻ്റെ വാപ്പാൻ്റെ അടുത്തിരുന്ന് ചോദിച്ച്, കല്യാണം നടത്തുമോ? ഇല്ല. നിക്കാഹ് ഉണ്ടാവുമോ? ഇല്ല. എന്നാൽ മുട്ടായി കൊടുത്തൂടെ? ഇല്ല. എന്നാൽ പണ്ടെന്തെങ്കിലും കെട്ടാൻ പറ്റുമോ? ഇല്ല. എന്നാൽ നീട്ടിയിട്ടൊരു ദിവസം കണ്ടൂടെ? ഇല്ല. പെൺകെട്ടുകാരനെ വിളിച്ചിട്ട് ഈ ചെക്കൻ ചോദിക്കാത്തരെ, ഈ ചെങ്ങായിക്ക് മാവേലിയിലേറ്റാണ് അവൻ പണിയോ ചോദിച്ചോക്കാണ്. ചോദിക്കണേനൊക്കെ ഇല്ല. ഞാൻ ചോദിക്കുന്നു, ഈ നാട് എത്ര മനോഹരമായാ നീങ്ങിയിരുന്നത്? നിങ്ങൾക്ക് ഈ നാടിനെ കാക്കാൻ കഴിഞ്ഞിരുന്നോ? ഒരു നന്മ ഈ രാജ്യത്ത് കൊണ്ടുവരണമെന്ന് ആഗ്രഹിച്ച ആ ഉമ്മൻചാണ്ടി ഭരിക്കുമ്പോൾ ആ ഉമ്മൻചാണ്ടിയെ സോളാറ് പറഞ്ഞിട്ട് കണ്ണീര് കുടിപ്പിച്ചില്ലേ നിങ്ങൾ? ആ ഒരുമ്പട്ടൊരു പെമ്പർനോളിയും വെച്ചിട്ട് ആ ഉമ്മൻചാണ്ടിനെ കണ്ണീര് കുടിപ്പിച്ചതിന് കയ്യും കണക്കുണ്ടോ? അല്ലേ? എന്തായിരുന്നു അവളെ കൊണ്ട് നിങ്ങൾ പറഞ്ഞിരുന്നത്? അച്യുതാനന്ദനൊക്കെ പറഞ്ഞിരുന്ന വർത്താനം. ക്ലിഫ് ഹൗസിൽ കൊണ്ടുപോയിട്ട് ഉമ്മൻചാണ്ടി, വൈഫ് ഹൗസിൽ പോകാൻ നേരമില്ലാത്ത മനുഷ്യനാടോ ഉമ്മൻചാണ്ടി. ആ ഉമ്മൻചാണ്ടിനെ വെച്ച് എന്തെല്ലാം പറഞ്ഞു? നിങ്ങൾക്ക് പറ്റാത്തവരെ മുഴുവൻ നിങ്ങൾ അങ്ങനെ ചെയ്യും അല്ലേ? ഇപ്പം കണ്ടില്ല, സിദ്ധാർത്ഥ് എന്ന് പറഞ്ഞ കുട്ടി, ഇതേതാ പാർട്ടി? ലോകത്ത് ആദ്യം നിരോധിക്കേണ്ടുന്ന പാർട്ടിയുടെ പേര് വെച്ചാൽ ഞാൻ കൊടുക്കുന്നത് നിങ്ങളെ പേരാ. കണ്ണിൽ ചോരയില്ലാത്ത പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ്. ഒരാളി നിങ്ങൾ വിടൂല. ഈ നാടിനെ ഇത്രയും പിറകോട്ടടിപ്പിച്ചത് നിങ്ങളാ. നിങ്ങൾ ഈ രാജ്യത്ത് കമ്പ്യൂട്ടർ വരുമ്പോൾ എതിർക്കുകയാണ്. ഞാൻ പറയാൻ, ട്രാക്ടർ വന്നപ്പോൾ എതിർത്തു. നെല്ല് കുത്തുന്ന മില്ല് വന്നപ്പോൾ നിങ്ങൾ എന്താ പറഞ്ഞത്? നെല്ല് കുത്തുന്ന മില്ല്, റൈസ് മില്ല് വരും എന്ന് പറഞ്ഞപ്പോൾ ഒരൊലക്ക, ഒരരല്, ഒരാൾക്ക് പണി. ഒരലിൽ 2 ഒലക്ക, എന്നിട്ട് 2 ആൾക്ക് പണി. അങ്ങനെ 10 ഒലക്ക ഉണ്ടെങ്കിൽ എത്ര ആൾക്ക് പണി? 20 ആൾക്ക് പണി. അന്നാണ് ഞങ്ങളെ KC അബൂബക്കർ മൗലവി പറഞ്ഞ്, ഒലക്കും വേണ്ട, ഒരലും വേണ്ട, മില്ലും വേണ്ട, ഈ നെല്ല് എല്ലാവരും ഓരോ പിടി കൊണ്ട് ഈ പെരയിലിരുന്നാണ്ട് തോൽച്ചാളി, ഒരുപാട് ആൾക്ക് പണി കിട്ടുമെന്ന് പറഞ്ഞു. നമ്മളൊന്ന് ആലോചിച്ച് നോക്കാണ്. കമ്പ്യൂട്ടർ AKG സെൻറ്ററിലായി, ട്രാക്ടർ തൊഴിലാളി യൂണിയൻ CITU വന്നു. എൻ്റെ മുനീർ അന്ന് പറയുകയാണെങ്കിൽ എത്ര ഉറുപ്പ്യ വരുടോ ആ NH പണിക്ക്? ആ മുനീർ അന്ന് ആ റോഡ് കൊണ്ടുവരുമ്പോൾ നിങ്ങൾ എന്താ പറഞ്ഞത്? എൻ്റെ പശുവിനെ എവിടെ കെട്ടുക? നന്നായി NH പണി നടക്കാൻ കാരണം എന്താ അറിയോ? ഞങ്ങൾ മാന്യന്മാരായതുകൊണ്ടാ. ഞങ്ങൾക്കറിയാം ഈ നാട്ടിൽ നന്മ കൊണ്ടുവരണം, തടുക്കരുത്.